അങ്ങനെ ലോക്ക്ഡൗൺ ആയിട്ട് വെറുതെ വീട്ടിലിരുന്ന് പിന്നെ കുഞ്ഞപ്പൻ്റെ തലമുടി എൻ്റെ കണ്ണി പെട്ടു. ഇതേ നോക്കി എന്തോരം വളർന്നേക്കണേ. അപ്പോൾ ബാർബർ ഷോപ്പ് ആണെങ്കിൽ മുടക്കും. അപ്പോൾ അതും ഒരു പണിയാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവനെ പിടിച്ചിരുത്തി നല്ല മുറിച്ചുള്ള കത്രിയെടുത്ത് അവനാകെ തുണിയിൽ പൊഞ്ഞു കിട്ടി. കാരണം അവൻ്റെ മേത്ത് മുടിയായി കഴിഞ്ഞാലേ അവന് നല്ല എല്ലാവർക്കും ചൊറിയുമല്ലോ. അപ്പോൾ മേത്ത് മുടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊറിയാതിരിക്കാൻ വേണ്ടി അവനെ മൊത്തം ഞാനൊരു മുണ്ടിൽ അങ്ങോട്ട് പൊതിഞ്ഞു. എന്നിട്ട് ഇറയത്ത് സിറ്റ് ഔട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ അവനെ പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇത് കഴിയുമ്പോൾ മഞ്ചാടി വെച്ചരാം, മീൻ പിടിക്കാൻ പോവാം എന്നൊക്കെയും പറഞ്ഞ് അങ്ങനെ അനുസരിപ്പിച്ചിരുത്തി. അല്ലെങ്കിൽ അതിങ്ങനെ കിടന്ന് വരികൊണ്ടിരിക്കും കുഞ്ഞല്ലേ. അപ്പോൾ അതിനെങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവനെ ഇങ്ങോട്ട് തിരിക്കുക, അങ്ങോട്ട് തിരിയുക, അങ്ങോട്ട് പോവാം, മിഠായി പിടിച്ചു തരാം, പിന്നെ മീൻ പിടിക്കാൻ കൊണ്ടുപോകാന്നൊക്കെയും പറഞ്ഞ് അവനെ സോപ്പിട്ട് ഇരുത്തിയേക്കാണ് കേട്ടാ. അപ്പോൾ അവൻ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് തരുന്നുണ്ട് ഇങ്ങനെ. അപ്പം ഞാൻ ആദ്യം തന്നെ കത്രി എടുത്തിട്ട് ഒരു ലൈൻ ഇങ്ങനെ പോലെ ഇങ്ങനെ വെട്ടുകയാണ്. അതായത് നമ്മൾക്കൊരു ഷേപ്പ് വെച്ചിട്ട് ഒരു കത്രിയേക്ക് മുറിച്ച് വന്നപ്പോൾ വേറെ കത്രി എടുത്ത് വെട്ടുകയാണ്. ഇങ്ങനെ കണ്ട മുടി ഇങ്ങനെ നമുക്കൊരു അളവിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഫസ്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. ഞാൻ ഒരിക്കലും ഇങ്ങനെ ബാർബർ ഷോപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ബ്യൂട്ടി ഹെയർ സ്റ്റൈലിസ്റ്റ് കടയിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ കണ്ട് പരിചയം ഉള്ളതാണ്, കണ്ട് മനസ്സിലായ കാര്യമാണത്. ആദ്യം തന്നെ അവർ ഇങ്ങനെ കത്രിക കൊണ്ട് ലൈൻ ഇട്ടു ഒരു വെട്ടി കൊടുത്ത ഷേപ്പിൽ, പിന്നെ നമ്മൾ ബാക്കിയുള്ള ട്രിം ചെയ്താൽ അതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ തലമുടി വെട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ നല്ല സിൽക്കി ഹെയറാണ് അവൻ്റെ. അപ്പം ഇങ്ങനെ ലൈനിട്ട് ബാക്കിയുള്ള ഇങ്ങനെ ട്രിം ചെയ്ത് പോയാൽ മതി. ഐസലിൻ്റെ മൂത്തതിൻ്റെ മുടി വെട്ടാനാണെങ്കിൽ ഭയങ്കര കട്ടിയുള്ള മുടിയാണ്. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ പിരിപിരി എന്താ പറയുക, ഭയങ്കര ഇങ്ങനത്തെ സിൽക്കി ഹെയർ അല്ല, തിക്ക് ഹെയറാണ്. അപ്പോൾ ഇതുപോലെ മഷ്റൂം കട്ട് വെട്ടാൻ പറ്റൂല. സാധാ പോലെ ബോക്സറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെട്ടി നിർത്താനേ പറ്റൂ. അപ്പം ഞാൻ കുഞ്ഞിനെ ഓരോന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കുറച്ച് ഇടയ്ക്ക് ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിട്ടാ. അപ്പോൾ ഭീഷണിപ്പെടുത്തി ഇപ്പോൾ ചീത്ത പറഞ്ഞിരുത്തണം. അവനിങ്ങനെ അനങ്ങി തുടങ്ങി. അതെ അവനിങ്ങനെ പിടിച്ച് പിന്നെ ക്യാമറ ഓണാക്കി വെച്ചാലുണ്ടെന്ന് കണ്ടപ്പോൾ ആള് ഒന്നുകൂടി ഡീസൻ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കണം. പക്ഷെ എനിക്ക് ക്യാമറയിലേക്ക് നോക്കാനൊന്നും സമയമില്ല. ഇത് അവൻ പറഞ്ഞു അങ്ങനെ വിട്ട് മമ്മി ഇങ്ങനെ വിട്ടു. അപ്പോൾ ഇത് കഴിയുമ്പോൾ എങ്ങനെയാണോ അതായിരിക്കും നമ്മുടെ ഹെയർ സ്റ്റൈല്. അല്ലാതെ ഫസ്റ്റ് മമ്മിക്ക് അതുപോലെ വെട്ടി തരാമെന്ന് പറഞ്ഞ് ഇരുത്താൻ പറ്റൂല. ഇത് കഴിയുമ്പോൾ എന്താണോ അതാണ് മോൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ചിരുത്തേ. ഇനി ഞാൻ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ ലെവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് സൈഡിലേക്ക് കിടന്നേക്കണം. അപ്പോൾ കണ്ണിൻ്റെ അവിടേക്ക് വല്ലാണ്ട് മുടി വന്നിട്ട് അപ്പോൾ ഒന്ന് ഇച്ചിരി കയറ്റി, എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇനി വീട്ടിലിരിക്കണം. അപ്പോൾ ഇച്ചിരി കയറ്റി അങ്ങോട്ട് നല്ല മാമാട്ടിക്കുട്ടീൻ്റെ പോലെ അങ്ങോട്ട് വെട്ടുകയാണ് ഞാൻ മഷ്റൂമൊക്കെ. പാവണ്ട് അത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കണ്ണിൽ പോകണത് എന്നൊക്കെ പറയുന്നുണ്ട്, എന്താണ്ടൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്കത് എന്താ പറയുക, ഫുള്ള് മൊബൈലിൽ എടുക്കണ കാരണം സൗണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വേറെ ഡബ്ബയുണ്ട്, വേറെ റെക്കോർഡ് ചെയ്യുന്നത് വേറെ. അതുകൊണ്ടാണ്, കാരണം ആ വോയിസിൽ ഭയങ്കര കലപിലിയും ബഹളമൊക്കെയാണ്. അത് കാരണം അതെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പം അവൻ പറയുന്നുണ്ട് മമ്മീനെ അങ്ങോട്ട് പോകാൻ മഞ്ചാടി വെച്ചൊരിത് കഴിയുമ്പോൾ പിന്നെ മഞ്ചാടി വെച്ചരാം, ഇത് കഴിയുമ്പോൾ മഞ്ചാടി വെച്ചരാട്ടാ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ നല്ല ഭംഗിയിൽ ചുള്ളനാവണ്ടേ, നമുക്ക് ടാറ്റ പോണ്ടേ എന്നൊക്കെ പറയരുത്. ഈ കൈയൊക്കെ കൂട്ടി കിട്ടി കഴിഞ്ഞപ്പോൾ കൊച്ചിന് മഞ്ചാടി പിടിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമം. ഞാൻ ഇത് കഴിയുമ്പോൾ മോൻ തന്നെ വെച്ചരാട്ടാ എന്നൊക്കെ പറഞ്ഞു. എല്ലാരും ചൊല്ലണേ നന്നാവൂല, ഈ ജന്മം മോൻ രക്ഷപ്പെടൂല, കഥത്തു പാറി പറക്കും പട്ടം ഇനി അത് കത്രിക കൊണ്ട് ലൈൻ ഇടലൊക്കെ കഴിഞ്ഞു. ഇനി എത്രയും ഭാഗത്തെ നമ്മൾ ഹെയർ ട്രിം ചെയ്ത് കളയണം. ട്രിമ്മർ എടുത്തിട്ട് നമ്മൾ ലൈൻ ഇട്ടോടത്തോളം വരെ ട്രിം ചെയ്ത് കളയണം. അപ്പം ക്യാമറ പിടിച്ചാൽ അത്ര ശരിയല്ലാത്തതുകൊണ്ട് മൂത്ത മോനാണ്, ഐസലാന്ന് തോന്നുന്നുണ്ട് ക്യാമറ പിടിച്ചത്. ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. അത് പപ്പായാണോ പപ്പയാണെന്ന് തോന്നുന്നുണ്ട്, ആരാണെന്ന് അറിയില്ല. ആകെ കലപില കാണിച്ചിട്ടാണ്. കാരണം ഇത് അവരും ശ്രദ്ധിച്ച് കാണില്ല. അത്ര എന്താ പറയുക, ഒരു ഇതിൽ എയിമിൽ പിടിക്കാനും പറ്റണ്ടായിരിക്കില്ല. ഞാൻ ഇത് ശ്രദ്ധിക്കാണ്ടാണല്ലോ ചെയ്യണേ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാനും ചെയ്യേണ്ടപ്പോൾ ട്രിം എന്താണ് ഞാൻ എടുക്കുന്നത്. ആർക്കും ഒരു ട്രിമ്മർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ മുടി നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്.
അതായത് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയൊന്നുമില്ല, പക്ഷെ നമ്മുടെ മക്കൾക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ട്രിമ്മർ ഉണ്ടെങ്കിൽ, ഒരു കത്രിക ഉണ്ടെങ്കിൽ നമുക്കും നമ്മുടെ വീട് ഒരു ബാർബർ ഷോപ്പാക്കി മാറ്റാം. എന്താ നീ മനസ്സ് വെച്ചാൽ നമുക്കിത് മണിയറയൊക്കെ ഒന്ന് പറയുന്ന പോലെ ഇവർക്ക് ഞാൻ വെട്ടി കൊടുക്കണമെന്ന് പറയണേ. കാരണം വെച്ച് കഴിഞ്ഞാൽ മഞ്ചാടി വെച്ചരും. അപ്പം അവിടെ കടയിൽ പോയിരുന്ന മഞ്ചാടി വെച്ച് കൊടുക്കില്ലല്ലോ. അപ്പം മമ്മി വെട്ടിന്ന് എന്തിപ്പം മഞ്ചാടി കാണാമല്ലോ എന്നൊക്കെയാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് കാണാം എന്നൊക്കെ ഉള്ള സന്തോഷത്തിലാണ്. ഇത് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ തലയിൽ ഞാനൊരു താജ്മഹൽ പണിയും, എൻ്റെ പറക്കും തലയിൽ മീശ വെട്ടി പോലെ ആവുന്നൊക്കെ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു. പക്ഷെ ഇല്ല, നന്നായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മ ഇനി ബാക്കിലത്തെ കഴുത്തിൻ്റെ അടുത്ത് മുടിയൊക്കെ ട്രിമ്മർ വെച്ച് റെഡിയാക്കണം. അങ്ങനെ എല്ലാം അത്യാവശ്യം കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ചെന്നിയുടെ, അതായത് നമ്മുടെ ചെവിയുടെ ഭാഗത്തുള്ള മുടിയൊക്കെ ഒന്ന് ട്രിമ്മറിൻ്റെ ആ ഒരു ബ്ലേഡ് മാത്രം വെച്ചിട്ട് നമ്മൾ ലെവൽ ചെയ്തു, ഷേവ് ചെയ്യണ പോലെ അത് ലെവലാക്കി കറക്റ്റ്. ഈ മുടിയൊക്കെ തട്ടിക്കുടഞ്ഞ് നമുക്ക് മുണ്ടൊക്കെ ഒരിച്ച് നമുക്ക് കുളിപ്പിക്കാൻ വിടാം. ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് അറിയാം. എന്തായാലും അവൻ പോയി കുളിച്ച് ഒറ്റ തട്ടിയൊക്കെ കുടഞ്ഞ് വിട്ടിട്ടുണ്ട്. പൗഡർ ഇട്ട് കഴിഞ്ഞാൽ, കുറച്ച് പൗഡർ ഇട്ട് കഴിഞ്ഞാലേ വേഗത്തിൽ മുടിയൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊക്കോളും. അല്ലെങ്കിൽ അകത്തോട്ട് പോണ വഴി, ബാത്റൂം വരെ പോണ വഴിയൊക്കെ മുടി അകത്ത് കുടഞ്ഞിട്ടിട്ട് പോവും, പൊടിമുടി. അപ്പോൾ അത് മൊത്തം തട്ടിക്കുടഞ്ഞ് കഴിഞ്ഞിട്ട് അകത്തോട്ട് കുളിപ്പിക്കാൻ വിടാണ്. അപ്പോൾ എന്തായാലും ലാസ്റ്റ് നമുക്ക് ഉള്ള ലാസ്റ്റത്തെ റിസൾട്ട് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും തട്ടി കുടഞ്ഞ് കുളിച്ചിട്ട് വരട്ടെ. അപ്പൊ അങ്ങനെ കുളി കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് എൻ്റെ കുട്ടപ്പൻ വന്നേക്കാണ്. ഇപ്പുറത്തെ സൈഡ് എല്ലാവരും വെട്ടി ക്ലിയർ ആയിട്ട് നല്ല ചുള്ളപ്പനാക്കിയിട്ടുണ്ട് എൻ്റെ കുട്ടപ്പനോട് ടാറ്റയും ബൈ ബൈയും കൊടുക്കുന്നതിന് ഭയങ്കര നാണം. അപ്പോൾ ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, പുതിയ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക, പുറത്തിറങ്ങരുത്. സീ യു, ബൈ ബൈ, ടേക്ക് കെയർ.